Dear friends, welcome to Electron College. But today's topic of discussion is about shift registers. നമ്മുടെ പ്രീവിയസ് സെഷൻസിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പ് can be used as a memory element which can store only one bit of data. ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യും. സോ കൂടുതൽ ബിറ്റ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ പോസിബിളി എന്താണ് ചെയ്യേണ്ടത്? കൂടുതൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ബിറ്റ് സ്റ്റോർ ചെയ്താൽ മതിയെങ്കിൽ പ്രോബബ്ലി വി ക്യാൻ യൂസ് എ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒരു സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് മതിയായിരിക്കും അല്ലേ? സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഡി വിൽ ബി ദ ഇൻപുട്ട് ആൻഡ് ക്യൂ വിൽ ബി ദ ഔട്ട്പുട്ട്. ആൻഡ് ഓഫ് കോഴ്സ് അവിടെ ഒരു ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവും, CLK. സോ ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ സ്റ്റോർ എ സിംഗിൾ ബിറ്റ് ഓഫ് ഡേറ്റ. അപ്പോൾ കൂടുതൽ ബിറ്റ്സ് സ്റ്റോർ ചെയ്യണം, കൂടുതൽ നമ്പർ ഓഫ് ബിറ്റ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ പോസിബിളി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാസ്കേഡ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 4 ബിറ്റ് നമ്പർ സ്റ്റോർ ചെയ്യാം. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്, അപ്പോൾ 4 ബിറ്റ് നമ്പർ 4 ബിറ്റ് നമ്പർ സ്റ്റോർ ചെയ്യാം. സോ ഇത്തരത്തിലൊരു സ്ട്രക്ചർ, ഇതിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. Now register is a set of flip-flop used to store binary data. For example, see now this can be a register. This is first flip-flop, second flip-flop, third and fourth flip-flop. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും അതിന് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടാവും, D and Q. Sorry. So D and Q. Similarly, second flip flop will also have D and Q. Third flip flop will also have D and Q. Similarly, fourth flip flop. ഇവിടെ ഒരു കൺട്രോൾ ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവും. Now this is a 4-bit register. അപ്പോൾ ഈ രജിസ്റ്ററിൽ നമുക്ക് 4 ബിറ്റ്സ് സ്റ്റോർ ചെയ്യാം അറ്റ് എ ടൈം. അപ്പോൾ ഡേറ്റ ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഡേറ്റ നമുക്ക് പുറത്തേക്ക് റിട്രീവ് ചെയ്യാനും സാധിക്കും. ബിക്കോസ് ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് ലൈൻസ് യൂസ് ചെയ്യുന്നു, D ആണല്ലോ നമ്മുടെ ഇൻപുട്ട് ലൈൻസ്. ആൻഡ് ഡേറ്റ പുറത്തേക്ക് ഔട്ട്പുട്ട്, അതായത് റിട്രീവ് ചെയ്യുമ്പോൾ Q ഔട്ട്പുട്ട് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബട്ട് D തന്നെ ആവണമെന്നില്ല. വി ക്യാൻ ഗോ ഫോർ JK SR ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാം രജിസ്റ്ററായിട്ട്. സോ ഈ രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. സോ 2 ടൈപ്പ് ഓഫ് ലോഡിങ്, അതായത് 2 ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡേറ്റ ലോഡിങ്ങിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന് സീരിയൽ ലോഡിങ് ആസ് വെൽ ആസ് പാരലൽ ലോഡിങ്. അപ്പോൾ ഒരു 4 ബിറ്റ് രജിസ്റ്റർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ വിത്ത് 4 ഇൻപുട്ട് ലൈൻസ് ആൻഡ് 4 ഔട്ട്പുട്ട് ലൈൻസ്. ഔട്ട്പുട്ട് ലൈൻസ് വിൽ ബി Q. സോ ഡേറ്റ ഇൻപുട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ it can be provided either in serial form or in parallel form. For example, 1011. ഇപ്പോൾ ഈ ഒരു ഡേറ്റ ഈ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഡേറ്റ ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സീരിയലായിട്ട് പ്രൊവൈഡ് ചെയ്യാം. സീരിയലി എന്ന് പറയുമ്പോൾ ഡേറ്റ വിൽ ബി പ്രൊവൈഡഡ് ബിറ്റ് ബൈ ബിറ്റ്. ആദ്യം ഈ ബിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ബിറ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷം സെക്കൻഡ് ബിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് തേർഡ് ബിറ്റ്, അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ബിറ്റ്. So this is serial loading. Data is transferred into the register in serial form. But parallel loading, data is transferred into the register in parallel form. So simultaneous ആയിട്ട് ഈ 4 ബിറ്റ്സും പാരലൽ ആയിട്ട് ഒരേ സമയം നമുക്ക് ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് C1011 ആണെങ്കിൽ 1011. സോ 4 ബിറ്റ്സും പാരലൽ ആയിട്ട് ഒരേ സമയം നമ്മൾ ഈ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പാരലൽ ലോഡിങ്. സോ ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ട്രിഗേർഡ് ഇൻ ടു ദെയർ ന്യൂ സ്റ്റേറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അതായത് ദ ന്യൂ വാല്യൂ നമ്മൾ ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും ലോഡ് ചെയ്യുന്നു ഒരേ സമയത്ത് തന്നെ. ദാറ്റ് ഈസ് പാരലൽ ലോഡിങ്. അപ്പോൾ അതുപോലെ തന്നെ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഡേറ്റ പുറത്തേക്ക് റിട്രീവ് ചെയ്യുമ്പോൾ സീരിയലായിട്ടും പാരലലായിട്ടും നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാം. അപ്പോൾ വീണ്ടും അതുതന്നെയാണ്, സീരിയലാണെങ്കിൽ ഡേറ്റ വിൽ ബി റിട്രീവ്ഡ് ബിറ്റ് ബൈ ബിറ്റ്. ഓരോ ബിറ്റായിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് എടുക്കുക. പാരലൽ ഔട്ട്പുട്ട് ആണെങ്കിൽ
data can be retrieved, all the bits of the data can be retrieved at the same time. ഒരേ സമയത്ത് തന്നെ നമുക്ക് ഈ 4 ബിറ്റ്സ്, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ 4 ബിറ്റ്സ്, അപ്പോൾ ഒരേ ടൈമിൽ തന്നെ ഈ 4 ബിറ്റ്സ് നമുക്ക് പുറത്തേക്ക് റിട്രീവ് ചെയ്യാം. ദാറ്റ് ഈസ് പാരലൽ ഔട്ട്പുട്ട്. സോ സീരിയൽ ഔട്ട്പുട്ട്, ഡേറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഔട്ട് ഓഫ് ദ രജിസ്റ്റർ 1 bit at a time serially. Parallel output, data stored in the register is available in parallel form and can be transferred out at the same time. So a number of flip-flops connected together such that data may be shifted into and shifted out of them is called shift register. അപ്പോൾ നമ്മൾ ഈ രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു രജിസ്റ്ററാണ് വിത്ത് 4 ഫ്ലിപ്പ്-ഫ്ലോപ്സ്. അപ്പോൾ ഈ രജിസ്റ്ററിൽ 4 നമ്പർ ഓഫ് ബിറ്റ്സ് സ്റ്റോർ ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഈ ഡേറ്റ 1011, ഈ ഡേറ്റ നമ്മൾ നോർമലി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ 1 സീരിയൽ ഇൻപുട്ട്, നമ്മൾ സീരിയൽ ഇൻപുട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ബിറ്റ് വിൽ ബി മൂവ്ഡ് ഇൻ ടു ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് രജിസ്റ്റർ, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഒരു ബിറ്റ് നമ്മൾ മൂവ് ചെയ്തു. നൗ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ബിറ്റിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. 1 പൊസിഷൻ റൈറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ വാക്കൻ്റ് ആണല്ലോ, ദിസ് പൊസിഷൻ ഈസ് വാക്കൻ്റ്. നൗ സെക്കൻഡ് ബിറ്റ് ഇൻപുട്ട് ആയിട്ട് ഈ രജിസ്റ്ററിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ 1 ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഹിയർ. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ രജിസ്റ്റർ വിൽ ബി ഷിഫ്റ്റഡ് അഗെയിൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി മൂവ്ഡ് അഗെയിൻ 1 ബിറ്റ് ടു ദ റൈറ്റിലോട്ട് ഒരു ബിറ്റ് പൊസിഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു അഥവാ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, ഈ 1 ഇവിടെ വരുന്നു, ഇസ് ഇറ്റ്, ആൻഡ് ദിസ് 1 വിൽ ബി മൂവ്ഡ് ഹിയർ. സോ ദിസ് പൊസിഷൻ ബിക്കംസ് വാക്കൻ്റ്. അപ്പോൾ ഇവിടെ ഡേറ്റ കാണത്തില്ല. നൗ നെക്സ്റ്റ് ബിറ്റ് ഇതുപോലെ നമ്മൾ ഡേറ്റ മൂവ് ചെയ്യുന്നു. സോ 0 ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് എൻ്റർ ആവുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഷിഫ്റ്റ് രജിസ്റ്ററിനെ ഒരു ബിറ്റ് റൈറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും, ഈ വാല്യൂ നെക്സ്റ്റ് പൊസിഷൻ ഈ പൊസിഷനിലോട്ടും, ഈ 0 നെക്സ്റ്റ് പൊസിഷൻ അതായത് ടു ദ റൈറ്റ് മൂവ് ചെയ്യുന്നു. നൗ അഗെയിൻ ഈ പൊസിഷൻ വാക്കൻ്റ് ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് ബിറ്റ് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. യെസ്, ഇപ്പോൾ ഈ 4 ബിറ്റ്സ് നമ്മൾ ഈ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്തു. So this is how normally data will be stored into the shift register by serial form. ഇത് സീരിയൽ ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്നത്, പാരലൽ ആയിട്ട് നമുക്ക് ചെയ്യാം. സോ എ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണക്റ്റഡ് ടുഗദർ such that the data may be shifted into and shifted out. അപ്പോൾ ഡേറ്റ ഉള്ളിലോട്ടും ഇൻപുട്ടായിട്ടും പ്രൊവൈഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് ഔട്ട് ഓൾസോ, ഷിഫ്റ്റഡ് ഔട്ട് ഓഫ് ദം, ആൻഡ് സച്ച് എ രജിസ്റ്റർ ഈസ് കോൾഡ് ഷിഫ്റ്റ് രജിസ്റ്റർ. സോ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ഈ ഡേറ്റ ബിറ്റ് പൊസിഷൻസ് റൈറ്റിലോട്ടും ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലോട്ടും അതോടൊപ്പം തന്നെ റൊട്ടേഷൻ ഓപ്പറേഷൻസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. അത്തരം രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നൗ ഈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ടൈപ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ടൈപ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇൻപുട്ട് ഡേറ്റ ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ ഡേറ്റ ഔട്ട്പുട്ട് ഏത് രീതിയിൽ റിട്രീവ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇൻപുട്ട് സീരിയലായിട്ടും ഔട്ട്പുട്ട് സീരിയലായിട്ടും ഷിഫ്റ്റ് രജിസ്റ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈപ്പ്, സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. നൗ ഇൻപുട്ട് സീരിയലായിട്ട് പ്രൊവൈഡ് ചെയ്യുക, ബട്ട് ഔട്ട്പുട്ട് നമുക്ക് പാരലലായിട്ട് തന്നെ എടുക്കാം. ദാറ്റ് ഈസ് സെക്കൻഡ് ടൈപ്പ്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്. ഇൻപുട്ട് പാരലലായിട്ട്, ഔട്ട്പുട്ട് സീരിയലായിട്ട്, അതായത് പാരലൽ ഇൻ സീരിയൽ ഔട്ട്. ദാറ്റ് ഈസ് ദ തേർഡ് ടൈപ്പ്. ഔട്ട്പുട്ട് ആസ് വെൽ ആസ് ഇൻപുട്ട് പാരലലായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. സോ ദാറ്റ് ഈസ് ഫോർത്ത് ടൈപ്പ്. ദെൻ വൺ മോർ ടൈപ്പ് ഉള്ളത് യൂണിവേഴ്സൽ. സോ യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് സീരിയൽ ആൻഡ് പാരലൽ ടൈപ്പ് ഓഫ് ഡേറ്റ മൂവ്മെൻറ്റ്. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അതോടൊപ്പം ഡേറ്റ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ, സോ that can happen left shift, right shift, rotate, as well as bidirectional. ഈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഡേറ്റ മൂവ്മെൻറ്റ് ഡയറക്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ്, ഇറ്റ് ഈസ് സീരിയൽ ഇൻപുട്ട്, അതായത് ഡേറ്റ നമ്മൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ്. ഷിഫ്റ്റ് റൈറ്റ്, ഡേറ്റ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഓരോ പൊസിഷൻസും. ആൻഡ് ഔട്ട്പുട്ട് എടുക്കുന്നതും സീരിയലായിട്ടായിരിക്കും. സോ
ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 1011. സോ ഇതാണ് നമ്മുടെ പ്രസൻറ്റ് ഡേറ്റ. സോ നൗ ഷിഫ്റ്റ് റൈറ്റ്, നമ്മളിതിനെ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ഡേറ്റ ഒരു ബിറ്റ് പൊസിഷൻ റൈറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ്, ഈ റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ബിറ്റ്, ഈ ബിറ്റ് ഇത് പുറത്തേക്ക് പോവാന്ന്, നെക്സ്റ്റ് പൊസിഷനിലോട്ട് പോകുന്നു. സോ ദിസ് ബിറ്റ്, ഈ ബിറ്റ് ആയിരിക്കും അപ്പോൾ ഈ ന്യൂ പൊസിഷനിലോട്ട് വരുന്നത്. അതായത് ഓരോ ബിറ്റും ഒരു പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. സോ ദിസ് 0 വിൽ ബി മൂവ്ഡ് ഹിയർ, 1 വിൽ ബി മൂവ്ഡ് ഹിയർ. ഇനി ഇൻപുട്ടായിട്ട് വരുന്ന പുതിയ ബിറ്റായിരിക്കും നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഷിഫ്റ്റ് റൈറ്റ്, നമ്മൾ ഒരു ബിറ്റ് പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഷിഫ്റ്റ് ലെഫ്റ്റ്. ഷിഫ്റ്റ് ലെഫ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബിറ്റ് പൊസിഷൻസ്. സോ നമുക്കത് ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആയിരിക്കുമല്ലോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത് ഈ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആയിരിക്കും. സോ ഈ 0 നെക്സ്റ്റ് പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ 1 നെക്സ്റ്റ് പൊസിഷനിലോട്ട്, ഈ 1 നെക്സ്റ്റ് പൊസിഷനിലോട്ട്. അപ്പോൾ നെക്സ്റ്റ് ഇൻപുട്ട്, അടുത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് ഈ പൊസിഷനിലോട്ട് വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് റൈറ്റ് ഷിഫ്റ്റ് ആസ് വെൽ ആസ് ലെഫ്റ്റ് ഷിഫ്റ്റ്. അപ്പോൾ അതുപോലെ സീരിയൽ ഇൻ, ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് സീരിയൽ ഔട്ട്. സോ ഡേറ്റ മൂവ്മെൻറ്റ് ഡയറക്ഷൻ ക്യാൻ ബി ഷിഫ്റ്റ് റൈറ്റ് ആസ് വെൽ ആസ് ക്യാൻ ബി ഷിഫ്റ്റ് ലെഫ്റ്റ്. പിന്നെ പാരലൽ ഇൻ, സീരിയൽ ഔട്ട്. ഇവിടെ അതാണ് കാണിച്ചിരിക്കുന്നത്. ഡേറ്റ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. അതായത് ആ രജിസ്റ്ററിലെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും അറ്റ് എ ടൈം തന്നെ നമ്മൾ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. ബട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത് സീരിയലായിട്ട്, അതായത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട്. നെക്സ്റ്റ് ടൈപ്പ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. അതായത് ഡേറ്റ ഇൻപുട്ട് സീരിയലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഔട്ട്പുട്ട് നമ്മൾ പാരലായിട്ട് എടുക്കുന്നു. ആൻഡ് പാരലൽ ഇൻ പാരലൽ ഔട്ട്, ഇൻപുട്ടും ഔട്ട്പുട്ടും പാരലായിട്ട് ഒരേ സമയം ഡേറ്റ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിലോട്ടും ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൽ നിന്നും ഔട്ട്പുട്ട് ഒരേ സമയം നമ്മൾ റിട്രീവ് ചെയ്യുന്നു. സോ 4 ബിറ്റ് ഔട്ട്പുട്ട് ആണെങ്കിൽ ഈ 4 ബിറ്റ്സും ഒരേ സമയം നമ്മൾ റിട്രീവ് ചെയ്യുന്നു. പിന്നെ ഉള്ളൊരു ഡയറക്ഷൻ, ഡേറ്റ മൂവ്മെൻറ്റ് ഡയറക്ഷൻ, റൊട്ടേറ്റ് റൈറ്റ് ആൻഡ് റൊട്ടേറ്റ് ലെഫ്റ്റ്. സോ റൊട്ടേറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 1011. സോ ഇതാണല്ലോ നമ്മുടെ ബിറ്റ് പൊസിഷൻ. Now, so rotate right എന്ന് പറയുമ്പോൾ see this is right direction. So the right most bit, ഈ right most bitനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു ബിറ്റ് പൊസിഷൻ എല്ലാ ബിറ്റ്സും റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. സോ അതായത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് റൊട്ടേറ്റ് റൈറ്റ് ആണ്. അപ്പോൾ ഓരോ ബിറ്റ്സും ഒരു ബിറ്റ് പൊസിഷൻ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഈ ബിറ്റ് പുറത്തേക്ക്, സോ ദിസ് ബിറ്റ് വിൽ ബി ബ്രോട്ട് ഹിയർ, 0 വിൽ ബി ബ്രോട്ട് ഹിയർ, 1 will be brought here, and ഈ റൈറ്റിൽ പുറത്തേക്ക് പോയ ബിറ്റ് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ദിസ് പൊസിഷൻ, ഈ പുതിയ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു. സോ ദിസ് ഈസ് റൊട്ടേറ്റ് റൈറ്റ്. ഇതുപോലെ നമുക്ക് ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ലെഫ്റ്റ്. സോ ദാറ്റ് ഈസ് അനദർ പോസിബിൾ മൂവ്മെൻറ്റ്. അതായത് 1011 ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. സോ ഈ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആയിരിക്കും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് അതർ സൈഡിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ പൊസിഷൻസ് എന്ന് പറയുന്നത്, സോ ഈ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് നെക്സ്റ്റ് സൈഡിലോട്ട് പോകുന്നു. ആൻഡ് ഈ 0 ഇങ്ങോട്ട്, ഈ 1 ഇവിടെ, ഈ 1 ഇവിടെ, ആൻഡ് ദിസ് 1 നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ബിറ്റ് ദാറ്റ് വിൽ ബി ഗോൺ ടു ദ നെക്സ്റ്റ് opposite position. This will be the new position after rotating left. So these are the various data movement that can be implemented in shift registers. Now see first type നോക്കാം. So first type serial in, serial out shift register. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ഡേറ്റ സീരിയലി 1 ബിറ്റ് അറ്റ് എ ടൈം, ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് ഡേറ്റ സീരിയലി. ഇൻപുട്ടും ഔട്ട്പുട്ടും ബിറ്റ് ബൈ ബിറ്റ് ആയിരിക്കും ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഡേറ്റ ബിറ്റ്സ് കം ഇൻ 1 അറ്റ് എ ടൈം ആൻഡ് ലീവ് ഔട്ട് 1 ബിറ്റ് അറ്റ് എ ടൈം. സോ മൂവ്മെൻറ്റ് ക്യാൻ ബി ലെഫ്റ്റ് ഓർ റൈറ്റ്. സോ സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് അത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ആവാം. സീരിയൽ ഇൻ ലെഫ്റ്റും ആവാം, അല്ലെങ്കിൽ സീരിയൽ ഇൻ റൈറ്റും ആവാം. Now each clock pulse shift the contents of the register 1 bit position to the right. So ഇവിടെ നമ്മൾ ഈ രജിസ്റ്ററിൻ്റെ കൂടെ ക്ലോക്ക് പൾസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്ലോക്ക് പൾസിൻ്റെ ഓരോ ട്രിഗറിങ് പൊസിഷൻ, അതായത് ഇപ്പോൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് ആണെങ്കിൽ ആ ക്ലോക്ക് പൾസിൻ്റെ ഓരോ ലീഡിങ് എഡ്ജിലും ആയിരിക്കും ഓരോ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ 4 ബിറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 ലീഡിങ് എഡ്ജ് ആവശ്യമായിട്ട് വരും. കാരണം ക്ലോക്ക് പൾസിൻ്റെ ഓരോ ലീഡിങ് എഡ്ജിലും ഓരോ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു. സോ 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ ഹാപ്പൻ ആഫ്റ്റർ 4 ലീഡിങ് എഡ്ജസ്. ഓരോ ലീഡിങ് എഡ്ജിലും
ഓരോ പൊസിഷൻ വീതം 4 ലീഡിംഗ് എഡ്ജ് കഴിയുമ്പോൾ 4 പൊസിഷൻ ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. So now this is an implementation of 4-bit serial in serial out shift register and 4-bit serial in serial out. അപ്പോൾ ഇൻപുട്ട് സീരിയൽ ആണ്, ഔട്ട്പുട്ടും സീരിയൽ ആണ്. സോ അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻപുട്ട് ലൈൻ ഒറ്റ ലൈനേ ഉള്ളൂ, കാരണം നമ്മൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബിറ്റ് ബൈ ബിറ്റ് ആണ്. ഔട്ട്പുട്ട് ലൈൻ ശ്രദ്ധിക്കുക, അവിടെയും ഒരൊറ്റ ലൈനേ ഉള്ളൂ, കാരണം ഔട്ട്പുട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നതും ബിറ്റ് ബൈ ബിറ്റ് ആണ്. സോ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ആൻഡ് ഷിഫ്റ്റ് റൈറ്റ്. സോ ഇവിടെ ഷിഫ്റ്റിംഗ് ഡയറക്ഷൻ നടക്കുന്നത് റൈറ്റിലോട്ടാണ് കേട്ടോ. ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ. സോ 4 ബിറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. D1 Q1, D2 Q2, D3 Q3, D4 ആൻഡ് Q4. സോ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സിമിലർലി സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് തേർഡിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിലും ക്ലോക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലോക്ക് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇറ്റ് ഈസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ്. സോ വെൻ serial data is transferred into the register, each new bit is clocked into the first flip-flop at the positive going edge of each clock pulse. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 1011 ഈ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇൻപുട്ട് 1 ആയിരിക്കും അല്ലേ. ഈ ബിറ്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. D1 1 പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ക്ലോക്ക് പൾസിൻ്റെ ലീഡിംഗ് എഡ്ജ് അല്ലെങ്കിൽ റൈസിംഗ് എഡ്ജിലായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗർ ആവുന്നത്. സോ ട്രിഗർ ആവുമ്പോൾ ദിസ് 1 വിൽ ബി അവൈലബിൾ ഹിയർ. അതായത് 1 നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്തു ആൻഡ് ഇറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ ഔട്ട്പുട്ട് Q1. നൗ അത് കഴിഞ്ഞു. നൗ നമ്മൾ ആ സെക്കൻഡ് ബിറ്റ് കൊടുക്കുന്നു, E1 സെക്കൻഡ് ബിറ്റ് കൊടുക്കുന്നു. സോ സെക്കൻഡ് ബിറ്റ് കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, എന്നിട്ട് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ എഗെയിൻ ട്രിഗർ ആവുന്നു, ഫ്ലിപ്പ് ഫ്ലോപ്സ് ട്രിഗർ ആവുമ്പോൾ ദിസ് 1 വിൽ ബി സ്റ്റോർഡ് ഹിയർ. ഈ സെക്കൻഡ് 1 ഇതായിരിക്കും ഇവിടെ സ്റ്റോർ ആവുന്നത്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി അവൈലബിൾ ഹിയർ ഓൾസോ. ഈ സെക്കൻഡ് 1 നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്ത 1 ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലും അവൈലബിൾ ആണ്. ആൻഡ് ആ ഔട്ട്പുട്ടിൽ ആൾറെഡി അവൈലബിൾ ആയ ഒരു 1 ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഇറ്റ് വിൽ ബി അവൈലബിൾ ഇൻ Q2 ഓൾസോ. ഇതായിരിക്കും സംഭവിക്കുക. സോ ഇപ്പോൾ 2 ബിറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്തു, 1 1. നൗ നെക്സ്റ്റ് ബിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു 0 പ്രൊവൈഡ് ചെയ്യുന്നു. 0 പ്രൊവൈഡ് ചെയ്തിട്ട് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ക്ലോക്ക് പൾസ് ലീഡിംഗ് എഡ്ജ് വരുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും ട്രിഗർ ആവുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ 0 ഇവിടെ സ്റ്റോർ ആവുന്നു. ആൻഡ് ഈ ഔട്ട്പുട്ടിലും നമുക്ക് 0 ആയിരിക്കും ലഭിക്കുക, റൈറ്റ്. ആൻഡ് ഇവിടെ ആൾറെഡി ഒരു 1 ഉണ്ട്, ശരിയല്ലേ. ഈ 1 ഇവിടെ സ്റ്റോർ ആവുന്നു. ആൻഡ് ഈ ഔട്ട്പുട്ടിൽ ആ 1 ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ആൾറെഡി ഒരു 1 അവൈലബിൾ ആണ്. ദ പ്രീവിയസ് ഷിഫ്റ്റിങ്ങിൽ വന്ന ഒരു 1 അവൈലബിൾ ആണ്. സോ ദിസ് 1 will be stored here and this output will be available here also. So ഇപ്പോൾ 0 1 1 നമ്മൾ സ്റ്റോർ ചെയ്തു. ആൻഡ് ലാസ്റ്റ് ബിറ്റ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നു 1. എന്നിട്ട് ക്ലോക്ക് പൾസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ ക്ലോക്ക് പൾസിൻ്റെ ലീഡിംഗ് എഡ്ജ് വരുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ട്രിഗർ ആവുമ്പോൾ ഈ ലാസ്റ്റ് 1 ഇവിടെ സ്റ്റോർ ആവും. ആൻഡ് ദിസ് വിൽ ബി അവൈലബിൾ ഹിയർ ഓൾസോ അല്ലേ. ഈ ഔട്ട്പുട്ടിലും അത് അവൈലബിൾ ആണ്, Q1. അപ്പോൾ ആൾറെഡി അവൈലബിൾ ആയ ഒരു 0 ഉണ്ടല്ലോ അവിടെ. ആ 0 നെക്സ്റ്റ് ഇവിടെ സ്റ്റോർ ആവുന്നു, നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുന്നു. അതോടൊപ്പം Q2 ഔട്ട്പുട്ട് Q2ലും അവൈലബിൾ ആണ്. ബട്ട് അവിടെ ആൾറെഡി ഒരു 1 അവൈലബിൾ ആണ്, പ്രീവിയസ് 1. സോ അത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുന്നു. ഈ ഔട്ട്പുട്ട് ഇവിടെ വരുന്നു. അതോടൊപ്പം ഇവിടെ നെക്സ്റ്റ് ആൾറെഡി ഒരു 1 അവൈലബിൾ ആണ്, അത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവും. സോ നൗ 1 0 1 1. സോ ഈ രീതിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ബിറ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഓൺ ദ ലീഡിംഗ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് പൾസ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്. So when serial data is transferred into a register, each new bit is clocked into the first flip-flop at the positive going edge of each clock pulse. And the bit that was previously stored by the first flip-flop is transferred to the second flip-flop and so on. So first clock pulse കൊടുക്കുമ്പോൾ അത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുന്നു. സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ വാല്യൂ സെക്കൻഡിലോട്ട് മൂവ് ആവുന്നു. ആൻഡ് സെക്കൻഡ് ബിറ്റ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യുന്നു. തേർഡ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ആ തേർഡ് ബിറ്റ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുന്നു. ആൾറെഡി അവിടെ സ്റ്റോർ ആയ 2 ബിറ്റ്സ് അത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സിലോട്ട് ട്രാൻസ്ഫർ ആവുന്നു. സോ ഇതാണ് നടക്കുന്നത്. ആൻഡ് ആ ഡേറ്റ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ഷിഫ്റ്റ് റൈറ്റ് ആയിരുന്നു. അപ്പോൾ റൈറ്റിലോട്ടാണ് ഡേറ്റ മൂവ് ആവുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്. 4 ബിറ്റ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ.
So now this is another representation, 4-bit serial in, serial out, shift register. This JK flip-flops നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. See, this is first flip-flop, second flip-flop, third and fourth flip-flop. സീരിയൽ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ നോട്ട് എന്തിനാ യൂസ് ചെയ്യുന്ന അറിയാമല്ലോ, നമ്മളത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നോട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആൾറെഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ക്ലോക്ക് ആൾറെഡി സിമിലർലി ക്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ റിമൈനിങ് ഓപ്പറേഷൻ സെയിം തന്നെയാണ്. ഇൻപുട്ട് സീരിയലാണ്, സീരിയൽ ഇൻപുട്ട്, ആൻഡ് ഇവിടെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്, സീരിയൽ ഔട്ട്. സോ റിമൈനിങ് ഓപ്പറേഷൻ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ്. അതുപോലെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടും നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. S1 R1 Q1 bar S2 R2 etc. ആൻഡ് ഇവിടെയും നമ്മളത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നോട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലോക്ക് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് പൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ സീരിയൽ ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് ദ സീരിയൽ ഔട്ട്പുട്ട്. നൗ 4-bit serial in, serial out, okay, serial output, serial input, അതായത് ഇൻപുട്ട് സീരിയൽ ആണ്, ഔട്ട്പുട്ടും സീരിയൽ ആണ്. ബട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻസേ ഉള്ളൂ, ജസ്റ്റ് ആ ഡയറക്ഷൻ നമ്മൾ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യുന്നു. അതായത് ഇൻപുട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടായിരിക്കും ഡേറ്റ മൂവ് ആവുന്നത്, ഷിഫ്റ്റ് ലെഫ്റ്റിലോട്ട്. വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. സോ ഫസ്റ്റ് ഇൻപുട്ട് ഡിയിലോട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് Q1 നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നൗ Q2 നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഗോ ഓൺ ആൻഡ് സോ ഓൺ. സിമിലർലി ക്ലോക്ക് ഈസ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് കണക്റ്റഡ് ടു ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. സോ വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡേറ്റ ഡയറക്ഷൻ ഈസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് ഷിഫ്റ്റിംഗ് ടു ദ ലെഫ്റ്റ്. സോ ഫസ്റ്റ് ഡേറ്റ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു, ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ സെക്കൻഡ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ 0, സെക്കൻഡ് ഡേറ്റ 0 ആണെങ്കിൽ ഇവിടെ 0 പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് മൂവ് ചെയ്തിട്ട് നമ്മുടെ ന്യൂ ഡേറ്റ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഡേറ്റ 1 ആണെന്ന് വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ 1 ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, ഈ 0 ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, ആൻഡ് അവിടെ ആൾറെഡി ഉണ്ടായിരുന്ന 1 നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ രീതിയിലാണ്. ജസ്റ്റ് ദ ഡിഫറൻസ് ഈസ് ദ ഡേറ്റ ഈസ് മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സോ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. എ 4-bit സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഇൻപുട്ട് സീരിയലാണ്, ഔട്ട്പുട്ടും സീരിയലാണ്, അതായത് ബിറ്റ് ബൈ ബിറ്റ്, ഡയറക്ഷൻ റൈറ്റ് ആണ്, ഷിഫ്റ്റ് റൈറ്റ്. സി 1 0 1 1. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നോക്കുക, ആദ്യം ഈ 1 നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നു, ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴേക്കും ഇതിവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും. നൗ ക്ലോക്ക് പൾസ് 2 കൊടുക്കുമ്പോൾ ഈ ഡേറ്റ ഒരു ബിറ്റ് പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ആൻഡ് നെക്സ്റ്റ് ബിറ്റ് ദ ഫസ്റ്റ് ബിറ്റ് പൊസിഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. ആൻഡ് നൗ ക്ലോക്ക് പൾസ് 3 കൊടുക്കുമ്പോൾ ഇത് ഒരു ബിറ്റ് നെക്സ്റ്റ് പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇതും നെക്സ്റ്റ് പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഡേറ്റ നെക്സ്റ്റ് ബിറ്റ് നമ്മളിതാ ഇവിടെ സ്റ്റോർ ചെയ്തു, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്തു. ആൻഡ് ക്ലോക്ക് പൾസ് 4 കൊടുക്കുമ്പോൾ വീണ്ടും ഒരു ബിറ്റ് പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ആൻഡ് നമ്മുടെ ലാസ്റ്റ് ബിറ്റ് അതായത് നെക്സ്റ്റ് ഡേറ്റ അത് നെക്സ്റ്റ് പൊസിഷനിൽ സ്റ്റോർ ചെയ്തു. സോ ഇപ്പോൾ നമ്മുടെ ഫുൾ ഡേറ്റയും സ്റ്റോർഡ് ആണ്. ഇനി നെക്സ്റ്റ് ക്ലോക്ക് പൾസ്, വീണ്ടും ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുന്നു. എന്താ സംഭവിക്കുക, ദിസ് വിൽ ബി ഷിഫ്റ്റഡ് ഔട്ട്. ഇപ്പോൾ സീരിയൽ ഔട്ട്, ആൻഡ് ദിസ് വിൽ ബി ബ്രോട്ട് ടു ദ നെക്സ്റ്റ് പൊസിഷൻ, ഇതും നമ്മൾ നെക്സ്റ്റ് പൊസിഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ഇത് വാക്കൻ്റ് ആണ്. ഇനി ഈ ഡേറ്റ പുറത്തേക്ക് വരണമെങ്കിൽ വീണ്ടും ഒരു ക്ലോക്ക് പൾസ് കൊടുക്കണം. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ദിസ് ഈസ് 4-bit സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് രജിസ്റ്റർ. സോ നെക്സ്റ്റ് ടൈപ്പ് ഈസ് സീരിയൽ ഇൻ, പാരലൽ ഔട്ട്. അതായത് ഡേറ്റ ഇൻപുട്ട് സീരിയലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ബട്ട് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ പാരലൽ. നോ ദ ഡേറ്റ ബിറ്റ്സ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ രജിസ്റ്റർ സീരിയലി, ബട്ട് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റർ ഈസ് ഷിഫ്റ്റഡ് ഔട്ട് ഇൻ പാരലൽ ഫോം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഡേറ്റ ഇൻപുട്ട് സീരിയലായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് ഔട്ട്പുട്ട് ഇറ്റ് ഈസ് ടേക്കൺ ആസ് സീരിയലി. ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഔട്ട്പുട്ട് പാരലായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സീരിയൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എടുക്കാൻ ഇവിടെ ഈ ഡേറ്റ ഔട്ട് യൂസ് ചെയ്തിട്ട്, ബട്ട് ഇത് പാരലൽ ഔട്ട് കോൺഫിഗറേഷനാണ്. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ടിൽ നിന്നും യു ക്യാൻ ടേക്ക് ദി ഔട്ട്പുട്ട് സെപ്പറേറ്റ്ലി. അതായത് QB ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, QC ഔട്ട്പുട്ട് ഓഫ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, QD ഔട്ട്പുട്ട് ഓഫ് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ്.
സോ 4 ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും ഔട്ട്പുട്ട് സെപ്പറേറ്റ് ലൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ 4 ഔട്ട്പുട്ടും ഒരേ സമയം പാരലലി നമുക്ക് വേണമെങ്കിൽ റിട്രീവ് ചെയ്യാം. സോ ഇപ്പോൾ 1011 ഇങ്ങനെ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത പ്രൊസീജിയർ അനുസരിച്ച് ആദ്യം 1 സ്റ്റോർ ചെയ്യുന്നു, നെക്സ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഈ 1 നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് ഷിഫ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ബിറ്റ് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. സോ അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഫൈനലി ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ലൈക്ക് ദിസ് 1011. സോ നൗ ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ, അതായത് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ, സി ദിസ് 1 ഈസ് അവൈലബിൾ ഓവർ ഹിയർ അല്ലേ, 0 ഈസ് അവൈലബിൾ ഓവർ ഹിയർ, 1 ഈസ് അവൈലബിൾ ഹിയർ, ദിസ് 1 ഈസ് ഓൾസോ അവൈലബിൾ ഹിയർ. അപ്പോൾ ഈ 4 ബിറ്റ്സും പാരലലി നമുക്ക് അവൈലബിൾ ആണ്. അതായത് QA ഈസ് ഈക്വൽ ടു 1, QB ഈസ് ഈക്വൽ ടു 0, QC ഈസ് ഈക്വൽ ടു 1, QD ഈസ് ഈക്വൽ ടു 1. സോ ഓൾ ദ 4 ബിറ്റ്സ് പാരലലി നമുക്ക് അവൈലബിൾ ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. സോ ഡേറ്റ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് സീരിയലായിട്ടാണ്. അതായത് ഓരോ ബിറ്റ് ബൈ ബിറ്റ് കൊടുത്തതിന് ശേഷം യൂസിങ് ക്ലോക്ക് പൾസ് നമ്മളത് ഷിഫ്റ്റ് ചെയ്ത് 4 ഫ്ലിപ്പ് ഫ്ലോപ്സിലുമായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ബട്ട് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ദ ഡേറ്റ ക്യാൻ ബി ടേക്കൺ പാരലലി. So once the data bits are stored, each bit appear on its respective output line and all bits are available simultaneously. Now it can also work as a serial out shift register. ഇത് പാരലൽ ഔട്ട് കോൺഫിഗറേഷൻ ആണെങ്കിലും നമുക്ക് സീരിയൽ ഔട്ടും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ബിക്കോസ് ഇത് കണ്ടോ, ഡേറ്റ ഔട്ട് സിംഗിൾ ലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രൊസീജിയർ പോലെ സീരിയലായിട്ടും നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ക്ലോക്ക് പൾസ് യൂസ് ചെയ്തിട്ട് ഇത് ഷിഫ്റ്റ് ചെയ്ത് ഓരോ ബിറ്റ്സ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ സീരിയൽ ഔട്ട് കോൺഫിഗറേഷനും ഇവിടെ ഓക്കെയാണ്. സോ ഈ സീരിയൽ ഇൻ പാരലൽ ഔട്ട് കോൺഫിഗറേഷൻ ബേസിക്കലി അതൊരു സീരിയൽ ടു പാരലൽ കൺവേർഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ നൗ അതിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇത് കണ്ടോ, സീരിയൽ ഡേറ്റ ഇൻ ഡേറ്റ ഔട്ട്. സോ ഇവിടെ നമുക്ക് ഡേറ്റ ഇൻപുട്ട് സീരിയലായിട്ട് സ്റ്റോർ ചെയ്യാം. അതായത് ഇൻപുട്ട് ഈസ് സീരിയൽ അല്ലേ, നമുക്ക് ആവശ്യമുള്ള ഡേറ്റ 1 by 1 ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ക്ലോക്ക് പൾസ് കൊടുക്കുക, ഓരോ ബിറ്റും ഷിഫ്റ്റ് ചെയ്ത് 4 ഫ്ലിപ്പ് ഫ്ലോപ്സിലായിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഔട്ട്പുട്ട് പാരലായിട്ടാണ്. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ടിൽ നിന്നും കണക്റ്റിംഗ് ലൈൻസ് എടുക്കുന്നുണ്ട്. സി ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട് ഈസ് കണക്റ്റഡ് ടു ദിസ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിൻ്റെ ഔട്ട്പുട്ട് QA ആണ്. സോ ഇവിടെ സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കണക്ട് ചെയ്തിട്ട് QB, സിമിലർലി QC, QD. സോ ക്ലോക്ക് പൾസ് ട്രിഗർ ചെയ്യുമ്പോൾ ഓൾ ദി ഔട്ട്പുട്ട്സ് വിൽ ബി അവൈലബിൾ പാരലലി ഇൻ QA, QB, QC, QD. സോ ബേസിക്കലി നമുക്കിതൊരു സീരിയൽ ടു പാരലൽ കൺവേർഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ഇക്വലന്റ് ടു എ സീരിയൽ ടു പാരലൽ കൺവേർഷൻ. നമ്മൾ ഇൻപുട്ട് സീരിയലി പ്രൊവൈഡ് ചെയ്യുന്നു, ഔട്ട്പുട്ട് നമ്മൾ പാരലലി റിട്രീവ് ചെയ്യുന്നു. സോ നൗ നെക്സ്റ്റ് ടൈപ്പ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഇൻപുട്ട് നമ്മൾ പാരലലി പ്രൊവൈഡ് ചെയ്യുന്നു, ബട്ട് ഔട്ട്പുട്ട് സീരിയലി നമ്മൾ റിട്രീവ് ചെയ്യുന്നു. സച്ച് എ ടൈപ്പ് ഓഫ് ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് കാണിക്കുന്നുണ്ട്, D1, D2, D3, D4, 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. സോ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് A കണക്റ്റഡ് ടു D1 ആൻഡ് ഇവിടെ 2 ആൻഡ് ഓർ ഒരു 3 കോൺഫിഗറേഷൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഗേറ്റ്സ് ആസ് വെൽ ആസ് ഓർ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോക്ക് പൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോക്ക് പൾസ് ഇറ്റ് ഈസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ടു ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. ആൻഡ് ഇവിടെ ഒരു ന്യൂ കൺട്രോൾ സിഗ്നൽ ഷിഫ്റ്റ് ഓർ ലോഡ്. ദിസ് കൺട്രോൾ സിഗ്നൽ ഈസ് യൂസ്ഡ് ഹിയർ. അപ്പോൾ പാരലൽ ഇൻ ഡേറ്റ ഈസ് ലോഡഡ് പാരലലി. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ 1011 ദിസ് ഈസ് അവർ ഡേറ്റ. ഇത് പാരലി എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽ യൂസ് ചെയ്യുക. ഡേറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൺട്രോൾ സിഗ്നലിൻ്റെ വാല്യൂ, ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. ദിസ് കൺട്രോൾ സിഗ്നൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ 0 പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദിസ് ലൈൻ വിൽ ഗെറ്റ് 0 അല്ലേ, 0. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ആൻഡ് ഗേറ്റ് ബിക്കംസ് ഡിസേബിൾഡ്. കാരണം ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ആ ആൻഡ് ഗേറ്റ് കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. സോ ഇവിടെ 0 കൊടുക്കുമ്പോൾ, ഈ കൺട്രോൾ സിഗ്നലിൽ 0 കൊടുക്കുമ്പോൾ ഈ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ആൻഡ് ഗേറ്റ് ഡിസേബിൾഡ് ആണ്. അതോടൊപ്പം ഈ ആൻഡ് ഗേറ്റും ഡിസേബിൾഡ് ആണ്, ഈ ആൻഡ് ഗേറ്റും ഡിസേബിൾഡ് ആണ്. ഓക്കെ, നൗ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ബൈ എ നോട്ട് ഗേറ്റ്. സോ ഹിയർ ഇറ്റ് വിൽ ബി 1. ഇനി ആ ലൈൻ നോക്കാം. ആ ലൈനിൽ G1 വിൽ ബി എനേബിൾഡ് ബിക്കോസ് ഇവിടെ 1 ആണല്ലോ. ആൻഡ് G2 വിൽ ബി എനേബിൾഡ്, G3 വിൽ ഓൾസോ ബി എനേബിൾഡ്. സോ ഈ 3 ഗേറ്റും ആയിരിക്കും എനേബിൾ ആവുന്നത് നമ്മൾ ലോഡിംഗ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡേറ്റ ഇവിടെ കൊടുക്കുന്നു 1 0 1 1. Okay, this data is given here. 1 is given to A, 0 is given to B, 1 is given to C, 1 is given to D. Now clock pulse.
ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. അപ്പോൾ ആ ക്ലോക്ക് പൾസിൻ്റെ ലീഡിങ് എഡ്ജിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗർ ആവുന്നു. ട്രിഗർ ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, സി ഈ 1 നമ്മൾ പ്രൊവൈഡ് ചെയ്ത 1 ഡിയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻപുട്ട് ആവുന്നു ആൻഡ് 1 വിൽ ബി സ്റ്റോർഡ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഹിയർ ഓൾസോ, ഔട്ട്പുട്ട് ഓൾസോ ഔട്ട്പുട്ടാണ്. ബട്ട് സി ഈ ആൻഡ് ഗേറ്റ് ഡിസേബിൾഡ് ആയതുകൊണ്ട് കണ്ടോ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ആൻഡ് ഗേറ്റിലോട്ടാണ്. ബട്ട് ഈ ആൻഡ് ഗേറ്റ് ഡിസേബിൾഡ് ആണ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ഔട്ട്പുട്ട് ഇങ്ങോട്ട് പോകുന്നില്ല. നൗ ബിയിൽ നമ്മൾ 0 കൊടുത്തിരിക്കുകയാണല്ലോ. സോ ദിസ് ബി ആൻഡ് ഗേറ്റ് ത്രൂ ദിസ് ഓർ ഗേറ്റ് ഇറ്റ് വിൽ ബി ഗിവൺ ടു D2 അല്ലേ. ഇത് ആൾറെഡി 1 ആണ്, ഇത് ആൾറെഡി 1 ആണല്ലോ. സോ ദിസ് ഈസ് ബി 0. സോ ദാറ്റ് വാല്യൂ 0 ആൻഡ് 1 വിൽ ബി 0. സോ അത് ഓർ ഗേറ്റ് വഴി നമ്മൾ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുക്കുന്നു. സോ 0 വിൽ ബി സ്റ്റോർഡ് ഹിയർ. അപ്പോൾ അതുപോലെ E1 എന്താ സംഭവിക്കുക, ഇവിടെ ആൾറെഡി 1 ആണ്. സോ ഇത് 1 ആൻഡ് ഗേറ്റ് വിൽ ബി എനേബിൾഡ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് 1 ആണ്, ഓറിൻ്റെ ഈ ഔട്ട്പുട്ടും 1 ആണ്, ശരിയല്ലേ. സോ ദാറ്റ് വിൽ ബി ഗിവൺ ടു D3. സോ 1 വിൽ ബി സ്റ്റോർഡ് ഹിയർ. ആൻഡ് ഇവിടെ ആൾറെഡി 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ 1 ഈ ആൻഡ് ഗേറ്റ് ഇവിടെ ആൾറെഡി 1 ആണ്. സോ 1 ആൻഡ് 1 ആൻഡ് ഇറ്റ് വിൽ ബി 1 ഹിയർ. ആൻഡ് ഈ ഓറിൻ്റെ ഔട്ട്പുട്ട് ഇതും 1 ആണ്. സോ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഹിയർ. സോ അതായത് ഡേറ്റ നമ്മൾ പാരലലി സ്റ്റോർ ചെയ്യുകയാണ്. 4 ബിറ്റ്സും ഒരേ സമയം നമ്മൾ സ്റ്റോർ ചെയ്തു. ആൻഡ് ഇവിടെ നമ്മൾ ഡേറ്റ ഷിഫ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇൻപുട്ട് ഈസ് ഡൺ പാരലലി. സോ നൗ ഷിഫ്റ്റിംഗ് ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം, ഡേറ്റ റിട്രീവൽ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഡേറ്റ നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ ദ വാല്യൂ ഓഫ് ദിസ് പർട്ടിക്കുലർ സിഗ്നൽ വിൽ ബി 1. ഇതിനെ 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. സോ 1 ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, സോ ദിസ് വാല്യൂ വിൽ ബി 0 അല്ലേ. നമ്മളിവിടെ 1 കൊടുക്കുമ്പോൾ ഇത് കോംപ്ലിമെൻ്റ് ആയിട്ട് ദിസ് വിൽ ബി 0. സോ G1 വിൽ ബി ഡിസേബിൾഡ്, G2 വിൽ ബി ഡിസേബിൾഡ്, G3 വിൽ ഓൾസോ ബി ഡിസേബിൾഡ്. ആൻഡ് ഇവിടെ 1 ആയതുകൊണ്ട് ഈ ലൈൻസിൽ കണക്ട് ചെയ്തിരിക്കുന്ന G4, G5, G6 വിൽ ബി എനേബിൾഡ്. നൗ ഇനി എന്താ നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഡേറ്റ 1011. അപ്പോൾ ഇതെങ്ങനെ റിട്രീവ് ചെയ്യുന്നതെന്ന് നോക്കാം. നൗ യു വിൽ ഗീവ് ദ ക്ലോക്ക് പൾസ്. സോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ 1011. സോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, സി ദിസ് 1 ഈസ് ആൾറെഡി അവൈലബിൾ ഹിയർ. സോ നമ്മൾ ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് സി ദിസ് ആൻഡ് ഗേറ്റ് ഈസ് എനേബിൾഡ്. സോ ദിസ് ആൻഡ് ഗേറ്റ് ഈസ് എനേബിൾഡ്. സോ വാട്ട് ഹാപ്പൻസ്, സി ഈ ഔട്ട്പുട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഈ ആൻഡ് ഗേറ്റ് വഴി ഈ ഓർ ഗേറ്റിലൂടെ ഇവിടെ കണക്റ്റഡ് ആണ്. അതുപോലെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഈ ആൻഡ് ഗേറ്റിലൂടെ ഈ ഓർ ഗേറ്റ് വഴി ഇവിടെ കണക്റ്റഡ് ആണ്. സിമിലർലി Q3 ഈസ് കണക്റ്റഡ്, കാരണം ഈ ആൻഡ് ഗേറ്റ് എനേബിൾഡ് ആണല്ലോ. സോ ഇത് വഴി ഓർ വഴി ഇവിടെ എനേബിൾഡ് ആണ്. ഈ ലൈൻസ് B, C, D ഒന്നും തന്നെ കണക്റ്റഡ് ആയിരിക്കില്ല, ബിക്കോസ് ദീസ് ആൻഡ് ഗേറ്റ്സ് ആർ ഡിസേബിൾഡ്. സോ നൗ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഓരോ ക്ലോക്ക് പൾസിലും ദ ഡേറ്റ വിൽ ബി മൂവ്ഡ് 1 പൊസിഷൻ ടു ദ റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ലൈനിലൂടെ ബിറ്റ് ബൈ ബിറ്റ് യു ക്യാൻ ഗെറ്റ് ദ ഡേറ്റ ഔട്ട് ഓഫ് ദ ചിപ്പ്. സോ ദിസ് ഈസ് എ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. സോ നൗ നെക്സ്റ്റ് ടൈപ്പ് ഈസ് പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഇപ്പോൾ ഡേറ്റ ഇൻപുട്ട് പാരലായിട്ട് എല്ലാ ബിറ്റ്സും ഒരേ സമയം പ്രൊവൈഡ് ചെയ്യുന്നു, ഔട്ട്പുട്ടും പാരലായിട്ട് എല്ലാ ബിറ്റ്സും ഒരേ സമയം നമ്മൾ റിട്രീവ് ചെയ്യുന്നു. So data is entered into the register in parallel form and data is taken out of the register in parallel form. So ഇത് വളരെ സിമ്പിൾ ആണ്. സി 4 D ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാൻ 4 ടെർമിനൽസ് അവൈലബിൾ ആണ്, A, B, C, D. ഈ 4 ടെർമിനൽസും D ഇൻപുട്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ 1011 ഈ ഡേറ്റ ഇവിടെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. 1011 പാരലായിട്ട് ഒരേ സമയം 4 ബിറ്റ്സും ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത് D ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യുന്നു വെൻ യു അപ്ലൈ ദ ക്ലോക്ക് പൾസിൻ്റെ ലീഡിംഗ് എഡ്ജ് വരുമ്പോൾ ഈ 4 ബിറ്റ്സും പാരലായിട്ട് ഒരേ സമയം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുന്നു. ഇനി അതുപോലെ ഔട്ട്പുട്ട് എടുക്കാൻ, ഔട്ട്പുട്ട് റിട്രീവ് ചെയ്യാനും ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദീസ് ടെർമിനൽസ് അല്ലേ. Q ഔട്ട്പുട്ട് QA, B ഈ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് QB, QC, QD. സോ ഔട്ട്പുട്ടും പാരലലി അവൈലബിൾ ആണ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും ഔട്ട്പുട്ട് എല്ലാ സമയവും ഒരുപോലെ അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. സോ നൗ ദ ലാസ്റ്റ് ടൈപ്പ് ഈസ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് ക്യാൻ സപ്പോർട്ട് ബോത്ത് സീരിയൽ ആസ് വെൽ ആസ് പാരലൽ ഓപ്പറേഷൻസ്. ഇത് രണ്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ
ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് കാണിക്കുന്നുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, 2, 3 ആൻഡ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഒരു ക്ലിയർ ഇൻപുട്ട് ആസ് വെൽ ആസ് ക്ലോക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്കാണ്. 4 ഫ്ലിപ്പ് ഫ്ലോപ്സിലും കണക്ട് ചെയ്തിരിക്കുവാണ്. ആൻഡ് ഈ പാരലൽ ഔട്ട്പുട്ട് ടെർമിനൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. A3, A2, A1, A0 ആ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽസ്. അപ്പോൾ ഔട്ട്പുട്ട് ഒക്കെ പാരലായിട്ട് വേണമെങ്കിൽ റിട്രീവ് ചെയ്യാം. നൗ സോ ഇതിൻ്റെ ഓപ്പറേഷൻ, അതായത് സീരിയൽ ഡേറ്റ മൂവ്മെൻ്റ് ആണോ അതോ പാരലൽ ഡേറ്റ മൂവ്മെൻ്റ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് മക്സ്. സോ ഈ മക്സ് ശ്രദ്ധിക്കുക, ഇവിടെ 4 മക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 4 ഇൻപുട്ട് മക്സ് അല്ലേ, ഇൻപുട്ട് 0, ഇൻപുട്ട് 1, 2, 3. സോ 4 ഇൻപുട്ട് മക്സ്, 4:1. അപ്പോൾ 2 സെലക്ട് ലൈൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 2 സെലക്ട് ലൈൻസും എല്ലാ മക്സിനും കൂടെ കോമൺ ആണ്. S0, S1 ഈ സെലക്ട് ലൈൻസ് തന്നെയാണ് മക്സ് 4, മക്സ് 3, മക്സ് 2 ആൻഡ് മക്സ് 1 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് ലൈൻസ് ബേസ് ചെയ്തിട്ടാണ് ഡേറ്റ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ, അത് സീരിയലാണോ പാരലാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നൗ ഈ സെലക്ട് ലൈൻസ് ഇപ്പോൾ 0, 0 ആണെങ്കിൽ നോ ചേഞ്ച്, ദെയർ വിൽ നോട്ട് ബി ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റസ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കത് നോക്കാം. ഇപ്പോൾ 0 ആണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ ഇൻപുട്ടായിരിക്കും ഇങ്ങോട്ട് പാസ്സാവുന്നത് അല്ലേ, 0. ദിസ് ഇൻപുട്ട്, ഈ ഇൻപുട്ടായിരിക്കും ഈ ഔട്ട്പുട്ടിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, മക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ ഇൻപുട്ട് എന്താണ്? ഈ ഇൻപുട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ട് അവിടെ തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെലക്ട് ലൈൻ 0 ആണെങ്കിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് വീണ്ടും ഇൻപുട്ടായിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. അതുപോലെയാണ് ഇവിടെയും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൾസോ. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ 0 ലൈനിലൂടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അതുപോലെ 0 ലൈനിലൂടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ സിമിലർലി ഫോർ ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ 0 ആണ് സെലക്ട് ലൈനെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. നൗ 0, 1 സെലക്ട് ലൈൻസ് 0, 1 ആണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ഈസ് ഷിഫ്റ്റ് റൈറ്റ് ആണ് ഡയറക്ഷൻ ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ. സോ 0, 1 ആണെങ്കിൽ ഈ ഇൻപുട്ട് ആയിരിക്കുമല്ലോ ഔട്ട്പുട്ടിലോട്ട് കണക്റ്റ് ആവുന്നത്. സോ 1, ഇപ്പോൾ എന്താ സംഭവിക്കുക? സീരിയൽ ഇൻപുട്ട്. സോ ദിസ് ഈസ് സീരിയൽ ഇൻപുട്ട്. ഇവിടെ നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത്, 1 ആണെങ്കിൽ 1, 0 ആണെങ്കിൽ 0, എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതായിരിക്കും ഈ ലൈനിലൂടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുക. ദെൻ വാട്ട് അബൌട്ട് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 1 എവിടെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ഔട്ട്പുട്ട് ഓഫ് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ. ഈ 1 എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ദിസ് പോയിന്റ് ടു ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ വാല്യൂ ഈ ലൈനിലൂടെ ഈ 1 ഇൻപുട്ടിലൂടെ ഈ പോയിന്റിലൂടെ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് ഡേറ്റ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം നമ്മൾ. ഡേറ്റ മൂവ്മെൻറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ റൈറ്റ് സൈഡ്, റൈറ്റ് ഡയറക്ഷൻ. അതുപോലെ നെക്സ്റ്റ് ഈ 1 നോക്കിക്കേ, ഇതെവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ടാണ്. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഔട്ട്പുട്ട് ഡേറ്റ, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ പ്രീവിയസ് ഡേറ്റ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ത്രൂ ദിസ് മക്സ് ടു ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഡേറ്റ റൈറ്റിലോട്ട് മൂവ് ആവുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ 1ലൂടെ ഈ മക്സിലൂടെ ഈ പോയിന്റിലൂടെ ഇവിടെയാണ്. സോ നൗ ഡേറ്റ ശരിക്കും റൈറ്റിലോട്ട് മൂവ് ആവുകയാണ്. നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ബിറ്റ് ഇവിടെ സ്റ്റോർ ആവുന്നു. ഈ ബിറ്റിൻ്റെ എക്സിസ്റ്റിംഗ് ഡേറ്റ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുന്നു. ഈ ബിറ്റിൻ്റെ എക്സിസ്റ്റിംഗ് ഡേറ്റ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട്, ഇതിൻ്റെ എക്സിസ്റ്റിംഗ് ഡേറ്റ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ S0, S1 ഈസ് 1. അപ്പോൾ അതുപോലെ S1, S0, 2 ആവുമ്പോൾ 1, 0 ആണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ആയിരിക്കും സംഭവിക്കുക. ഇപ്പോൾ 1, 0 നമുക്ക് നോക്കാം. 1, 0 എന്ന് പറയുമ്പോൾ 2 ആണല്ലോ. സോ 2 എന്താ സംഭവിക്കുക? ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ദ സീരിയൽ ഇൻപുട്ട് ഫോർ ഷിഫ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ദിസ് ഇൻപുട്ട് വിൽ ബി സ്റ്റോർഡ് ഹിയർ. ഇതുവഴി ഈ പോയിന്റ്, ഇപ്പോൾ 2 ആക്റ്റീവ് ആണെങ്കിൽ ഈ ഇൻപുട്ട് ലൈൻ ആയിരിക്കും നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുക അല്ലേ. ദിസ് വിൽ ബി കണക്റ്റഡ്. സോ ഈ ഡേറ്റ ഇതുവഴി ഡിയിൽ സ്റ്റോർ ആവുന്നു. ദെൻ നൗ വാട്ട് ഹാപ്പൻസ്? ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഈ പോയിന്റിലൂടെ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പോയിന്റ് 2 ഓഫ് നെക്സ്റ്റ് മക്സ്. അപ്പോൾ ഇതിലൂടെ ഈ പോയിന്റിലൂടെ ഇവിടെ സ്റ്റോർ ആവും, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുന്നു. ദെൻ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡേറ്റ ഈ പോയിന്റിലൂടെ ഈ പോയിന്റ് 2വിലൂടെ ഈ മക്സിൽ സ്റ്റോർ ആവുന്നു.
ആൻഡ് ഈ മക്സിൻ്റെ അവൈലബിൾ ഔട്ട്പുട്ട്, അതായത് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേറ്റ, ഈ പോയിന്റിലൂടെ ഇറ്റ് ഈസ് going to the next bus and through this point it will go to this point to the flip flop. So ശരിക്കും data is moving from left to right. So ഇവർ കോൺഫിഗറേഷൻ്റെ ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഈ സെലക്ട് ലൈൻസ് ആണ്. സെലക്ട് ലൈൻ 00 ആണെങ്കിൽ നോ ചേഞ്ച്, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 1 ആണെങ്കിൽ ഡേറ്റ ഈസ് മൂവിങ് ടു ദ റൈറ്റ്, 2 ആണെങ്കിൽ ഡേറ്റ ഈസ് മൂവിങ് ടു ദ ലെഫ്റ്റ്. ബിക്കോസ് സെലക്ട് ലൈൻ ഏതാണോ ആ ഇൻപുട്ട് മാത്രമേ നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യത്തുള്ളൂ. അത് അങ്ങനെയാണല്ലോ മക്സിൻ്റെ ഒരു ഓപ്പറേഷൻ. ആൻഡ് ദെൻ യു ഹാവ് 3 അല്ലേ, 1 സെലക്ട് ലൈൻ 1 ആണെങ്കിൽ ഇറ്റ് വിൽ ബി പാരലൽ. സെലക്ട് ലൈൻ 1 ആണെങ്കിൽ പാരലൽ. ബിക്കോസ് നോക്കിക്കേ, ഈ മക്സിൻ്റെ 3 ഈസ് കണക്റ്റഡ് ടു I3, I2, ഈ 3 കണക്ട് ചെയ്തിരിക്കുന്നത് I1, ഈ 3 കണക്ട് ചെയ്തിരിക്കുന്നത് I0. ഇപ്പോൾ 4 മക്സ്, അതിൻ്റെ തേർഡ് പോയിന്റ് അല്ലെങ്കിൽ ഇൻപുട്ട് 3 കംപ്ലീറ്റ് ടെർമിനൽസും പാരലലി അവൈലബിൾ ആണ്, സെപ്പറേറ്റ് ടെർമിനൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ 1011 ആണെങ്കിൽ 1011 1011 ആണ് കൊടുക്കുന്നതെങ്കിൽ 3 വിൽ ബി ആക്ടിവേറ്റഡ് അല്ലേ. അപ്പോൾ ഈ 1 ഇവിടെ സ്റ്റോർ ആവുന്നു, ഈ 0 ഇവിടെ സ്റ്റോർ ആവുന്നു, ഈ 1 ഇവിടെ സ്റ്റോർ ആവുന്നു, ഈ 1 ഇവിടെ സ്റ്റോർ ആവുന്നു. പാരലലി നമ്മൾ ഡേറ്റ മൂവ് ചെയ്തു. അതോടൊപ്പം പാരലലി തന്നെ നമുക്ക് ഈ ഔട്ട്പുട്ടും റിട്രീവ് ചെയ്യാം അല്ലേ, A3, A2, A1, A0. സോ ദിസ് ഈസ് അബൌട്ട് ദ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ. സോ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.